2 ദിവസം പനിയായിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ ചോറ് എന്തായാലും തൊണ്ടേന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് അരിയെടുത്ത് റായിക്കളി ഒന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. റായിക്കളിയും പുളിസാറും വെച്ചിട്ട് ഒന്ന് കുടിച്ചാൽ പെട്ടെന്ന് മൂക്കടപ്പും നമ്മുടെ ടേസ്റ്റ് കുറവുള്ള നാവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പുളിസാറ് വെക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പോൾ അങ്ങനെ നമ്മുടെ കാട്ടുജീരകം, നമ്മൾ കോഴിജീരകമാണെന്ന് പറയുന്നത്, ഇത് കോഴിജീരകം. അപ്പോൾ ഈ കോഴിജീരകം ഒന്നെടുത്തു. അതിങ്ങനെ ഞെരണ്ടുമ്പോൾ തന്നെ എൻ്റെ മണം അങ്ങനെ നല്ല മണം അനുഭവപ്പെടുന്നുണ്ട്. പച്ചയ്ക്കാണെങ്കിൽ അതിൻ്റെ ഇലയും ഇതൊക്കെ നല്ല മണമാണ് കേട്ടോ. നമ്മൾ കറിയിൽ തന്നെ ഏറ്റവും കൂടുതൽ രുചി പകർന്നു തരുന്ന ഒന്നാണിത്, കാട്ടുജീരകം, കോഴിജീരകം. അപ്പം ഞാൻ കോഴിജീരകം കുറച്ചെടുത്തു, അതിൽ കുറച്ചുകൂടെ ചേർക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ചുകൂടെ ചേർത്തു. അപ്പോൾ നമ്മുടെ സാധാ ചെറിയ ജീരകം പോലെ തന്നെയാണ്, പക്ഷേ ഇത് ഏറ്റവും കുഞ്ഞനാണ് കാട്ടുജീരകം. നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളമായിട്ടുണ്ട്, അടുക്കളത്തോട്ടങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സാധാ ജീരകം കൂടെ കുറച്ച് എടുത്ത് ചേർത്തു. അപ്പോൾ അതിലേക്ക് കുരുമുളക്, വെളുത്തുള്ളി കുറച്ച്, അതൊക്കെ ചേർത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ റായിക്കളി പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരു വടി വെട്ടി വയ്ക്കാറുണ്ട്. നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണത്. അപ്പം അതിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. നമ്മൾ തവിയിലൊക്കെ ഇളക്കുമ്പോൾ അത് നമ്മുടെ റായിപ്പൊടി വന്നിട്ട് കുമിള പോലെ ഇങ്ങനെ ഒട്ടി വേറെ ഒരു ചെറിയ ചെറിയ ഇതുപോലെ മാറി നിൽക്കും, അത് വേവത്തില്ല. പിന്നെ പച്ച മാവായിരിക്കും പൊടിഞ്ഞ് പൊടിഞ്ഞ് വരിക. അപ്പം അത് മാറിക്കിട്ടാൻ അതൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കമ്പ് വെട്ടി ഇങ്ങനെ ഒരു പരുവത്തിലാക്കി വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെന്തതിന് ശേഷം ഇറക്കി വെച്ചിട്ട് നമ്മൾ പുളിസാറ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാവിൽ എന്ത് കഴിച്ചാലും ചോറൊക്കെ അത്രയ്ക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമുക്ക് ജലദോഷമോ അപ്പോൾ മൂക്കടപ്പൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പുളിസാറ് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാറുണ്ട്. അപ്പം നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണിത്. അപ്പം സ്പെഷ്യലായിട്ട് നമ്മൾ റായിപ്പുട്ട്, ഒഡ്ഡപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 തരം കളികളുണ്ട് റായിക്കളി. അപ്പോൾ അതിൽ അരി ചേർക്കാണ്ട് ചോറ് ചേർക്കാതെ ഉണ്ടാക്കുന്ന കളിയുണ്ട്. അപ്പോൾ ചോറ് ചേർത്തിട്ടുള്ള കളിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ അതിൽ പുളിവെള്ളമൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മളിത് പുളിരസം പോലെ ഇങ്ങനെ വെള്ളം പോലെ വെക്കത്തില്ല, അതിൽ കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു തക്കാളി ചേർത്തു. പിന്നെ നമ്മളെ റായിപ്പൊടി കുറച്ചുകൂടെ അതിൽ ചേർത്ത് കൊടുത്താൽ അപ്പോൾ കറി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് റായിക്കളി തിന്നാൻ നല്ല ഇതാണ്. അപ്പോൾ അത് വെട്ടിത്തിളയ്ക്കുമ്പോൾ ഇച്ചിരി ഇത് മല്ലിച്ചപ്പ് ഒന്ന് ഇട്ട് കൊടുത്തേ. അപ്പം നമ്മൾ റായിക്കളി ഇങ്ങനെ കലത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ അങ്ങനെ കലത്തോടു കൂടി വെക്കാൻ പാടില്ല. വെച്ചാൽ അതെല്ലാം ഒട്ടി പിടിച്ചിട്ട് വേറൊരു ഇതിലേക്ക് പോകും. അപ്പം നമ്മളിങ്ങനെ ഈ പരുവത്തിലാക്കി നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ വിളമ്പി വെക്കണം, ഇങ്ങനെ എങ്കിലേ അതെടുത്ത് തിന്നാനും നല്ല ഇതുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറു ചൂടോടുകൂടി എടുത്ത് തിന്നു. അപ്പോൾ ഇച്ചിരി എരിവും പുളിയും നമ്മുടെ കോഴിജീരകത്തിൻ്റെ മണവും കൂടെ കിട്ടുമ്പോൾ നല്ല രുചി അനുഭവപ്പെട്ടു. ഇത് വെറും ചോറ്, സാമ്പാർ, തോരനൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ തൊണ്ടേന്ന് ഇറക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമുക്ക് വയ്യാണ്ടാകുമ്പോഴും ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഈ ഫുഡ് വെച്ച് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഇത് പുളിസാറ് എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇച്ചിരി കുടിച്ചു കേട്ടോ. അപ്പോൾ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ക്ഷീണം, പനിയുടെ ക്ഷീണവും ഇതൊക്കെ അങ്ങനെ മാറിക്കിട്ടി. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ചിറക്കാൻ പറ്റുന്നൊരു ഭക്ഷണമാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ ആൾക്കാർ അപ്പോൾ ഇതങ്ങനെ സ്പെഷ്യലായിട്ട് വെച്ച് കഴിക്കും. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും നമ്മുടെ അട്ടപ്പാടിയിൽ ആദിവാസികളില്ല, അപ്പോൾ ഇതുപോലെയുള്ള ഫുഡുകൾ ആരും വെച്ച് കഴിക്കാറില്ല, അപ്പോൾ അതൊക്കെ വെറുതെയാണ് പറയുന്നത് എന്നൊക്കെ രീതിയിൽ പല ആൾക്കാരും പല കമൻറ്റിലും ഇങ്ങനെ വിമർശിച്ചിട്ടുണ്ട്.
ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മാത്രം കഴിച്ചിട്ട് രോഗം പെട്ടെന്ന് ഭേദമാകും എന്നുള്ള രീതിയിൽ ഇരിക്കും. പക്ഷെ അതിലുപരി നമുക്ക് എന്താണ് പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോഗ്യ ഗുണമുള്ള ഭക്ഷണം കൂടെ അതിൽ ഉൾപ്പെടുത്തിയാലേ നമുക്ക് പെട്ടെന്ന് അസുഖം മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് പുളിസാറും നമ്മുടെ ഉണ്ടപ്പുട്ട് റായിപ്പുട്ടാണ്. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറിക്കിട്ടി കേട്ടോ, സുഖമായി.